ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ല. ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ല. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവുകളും ആക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ രണ്ട് വാക്യത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യെശയ്യാവിൽ കൂടെ മനുഷ്യൻ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒരു വശത്ത്, അതിനെ വിടുവിക്കാൻ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ കരം മറുവശത്ത്, ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചു കഴിയുമ്പോൾ ലഭിക്കുന്ന വിടുതൽ ഇനിയും ഒരു ഭാഗത്ത്. 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഒന്നാമത്തെ ഭാഗത്ത് 17-ാം വാക്യത്തിൽ പ്രൈസ് ഗോഡ് 2 കാര്യങ്ങൾ യെശയ്യാവ് പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം. ഒന്നുകൂടെ വായിച്ചു. എളിയവരും ദരിദ്രന്മാരുമായവർ വെള്ളം തിരഞ്ഞു നടക്കും. പ്രോബ്ലം നമ്പർ 1, എളിയവരും ദരിദ്രരുമായവർ വെള്ളം തിരഞ്ഞു നടക്കുന്നു. അടുത്തത്, ഒട്ടും കിട്ടായികയാൽ അവരുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടുപോകും. അവരുടെ ഒട്ടും കിട്ടായികയാൽ അവരുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടുപോകും. പ്രൈസ് ഗോഡ്. അപ്പം വെള്ളം തിരഞ്ഞു നടക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല. കിട്ടാതെ വരുന്നത് കൊണ്ട് അവരുടെ നാവ് ദാഹം കൊണ്ട് വരണ്ടു പോകുന്നു. പ്രൈസ് ഗോഡ്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള 2 കാര്യങ്ങളിൽ ഒന്നാമത്തേത് ശ്വാസം കിട്ടാൻ, പ്രാണവായു കിട്ടാനുള്ള ബുദ്ധിമുട്ട്. അത് കിട്ടാതെ വന്നാലുള്ള ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞാൽ പിന്നത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ദാഹജലം കിട്ടാതെ വന്നാലുള്ള ബുദ്ധിമുട്ടാണ്. പ്രൈസ് ഗോഡ്. ഇവിടെ ഒരു കൂട്ടം ജനം, പാവപ്പെട്ടവർ, എളിയരായവർ, ദരിദ്രരായവർ വെള്ളം തിരഞ്ഞു നടക്കുന്നു. ഒട്ടും കിട്ടായികയാൽ, അന്വേഷിക്കുകയല്ലാതെ ഒരു പ്രയോജനവും കാണായികയാൽ അവർ പ്രൈസ് ഗോഡ് ദാഹം കൊണ്ട് വരണ്ടു പോകുന്നു. അപ്പോഴാണ് സ്വർഗത്തിലെ ദൈവം പറയുന്നത്, ഞാൻ അവർക്ക് ഉത്തരമരുളും. ഇന്ന് രാത്രി ഏതെങ്കിലും വിഷയത്തിൽ വരണ്ട് കിടക്കുന്ന അനുഭവം ഉണ്ടെങ്കിൽ, തെരഞ്ഞിട്ടും ഒരു തുള്ളി വിടുതലില്ലാതിരിക്കുന്നെങ്കിൽ, അന്വേഷിച്ചിട്ട് തെരഞ്ഞു നടന്നിട്ട് ഒട്ടും കിട്ടാത്ത അവസ്ഥയിൽ വരണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നമുക്ക് വിശ്വസിക്കേണ്ടതിനായിട്ട് പ്രവാചകനിൽ കൂടെ അരുളി ചെയ്തിരിക്കുന്നു, യഹോവയായ ദൈവം നമുക്ക് ഉത്തരമരുളും. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി വിഷമിക്കുന്ന, വേദനപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾക്ക് ആരെനിക്ക് ഉത്തരം തരുമെന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ എഴുതി വച്ചിരിക്കുന്നു, സർവശക്തനായ ദൈവം എനിക്ക് ഉത്തരമരുളും. ഇന്ന് രാത്രി ആ ഒരു വിശ്വാസം അകത്ത് വ്യാപരിക്കുന്ന എത്ര പേരോട് ഇരിപ്പുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ വിശ്വസിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ, എൻ്റെ ദൈവം എനിക്ക് ഉത്തരമരുളുമെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. കഴിഞ്ഞ രാത്രി വരെ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഭാരപ്പെട്ട് സമാധാനമില്ലാതെ, ഉറക്കമില്ലാതെ കിടന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രി കേൾക്കുന്ന ഈ വചനം നിന്നെ ബലപ്പെടുത്താൻ ഇടയായാൽ, ഇന്ന് നീ സമാധാനത്തോടെ കിടന്നുറങ്ങാനിടയായിത്തീരും. നിന്റെ കുടുംബത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, നിന്റെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിന്റെ നാമിന് വരണ്ട അനുഭവത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടൻ്റെ വ്യാപാര ശക്തികളുടെ മേൽ ഉടബല ഹതുലക ജനബല ഹദ്ദർ ഖൗഡ ആമേൻ. there is a God who can give answer. എനിക്ക് ഉത്തരമരുളുന്നൊരു ദൈവമുണ്ടെന്ന്, എൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ ഇടയായാൽ, ഇന്ന് രാത്രി സംഗതികൾക്ക് മാറ്റം വരും. യേശുവിൻ്റെ നാമത്തിൽ ദുരബല ഹത്തുന ജമന ധനകര ഹസ്തൽ കൗഡ. കഴിഞ്ഞ നാളുകളിൽ നിന്നെ വിഷമിപ്പിച്ച വിഷയങ്ങൾ തെരഞ്ഞു നടന്നിട്ടും എത്താൻ കഴിയാതെ, കണ്ടുപിടിക്കാൻ കഴിയാതെ, ഒരു മറുപടി കിട്ടാൻ കഴിയാതെ ഭാരപ്പെടുത്തിയ വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് കൽപ്പിക്കുന്നു, ഞാൻ ഉത്തരമരുളും. വിശ്വസിക്കുക. വേറെ ആരുമല്ല, ഞാൻ നിനക്ക് ഉത്തരമരുളും. ഉടബല ഹതുല ജബന കടകടക തന്തര ബറബറ ഹത്തര ബൗറ അസരാജ ബററബ ശിഖാരബ രൗഡരബ ഹസ്തനാദ രക്തം ചെയ്യും. ഹല്ലേലൂയ.
ദൈവമക്കളെ, യഹോവയായ ഞാൻ അവർക്ക് ഉത്തരമരുളും. അടുത്തത് പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലിൻ്റെ ദൈവമായ ഞാൻ അവരെ കൈവിടത്തില്ല. വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇസ്രായേലിൻ്റെ ദൈവമായ ഞാൻ അവരെ കൈവിടത്തില്ല. പ്രൈസ് ഗോഡ്. ഇത് എഴുതി വെച്ചത് എന്തിനാണെന്നറിയാമോ? ചുമ്മാ നമ്മളെ ആശ്വസിപ്പിക്കാനല്ല. ആമേൻ. ഇസ്രായേലിനെ കൈവിടാത്തൊരു ദൈവമുണ്ടെന്ന് തെളിയിച്ചോ എഴുതി വച്ചിരിക്കുന്നത്. ചരിത്രം പരിശോധിച്ചാൽ, ഹല്ലേലൂയ, കാലഘട്ടങ്ങൾ പരിശോധിച്ചാൽ രാജാക്കന്മാർ മാറി മാറി വന്നു, ഭരണകൂടങ്ങൾ മാറി മാറി വന്നു, ചക്രവർത്തിമാർ മാറി മാറി വന്നു. പ്രൈസ് ഗോഡ്. 1900 ദൈവത്തിന് സ്തോത്രം 47 തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് നാസർ ഇപ്രകാരം പ്രഖ്യാപിച്ചു, ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റിക്കളയും. 67 ഈജിപ്റ്റ് 67 ഇസ്രായേൽ എന്ന രാജ്യത്തെ ഭൂപടത്തിൽ നിന്ന് ഞാൻ തുടച്ച് മാറ്റുമെന്ന് പറഞ്ഞു. വല്ലതും സംഭവിച്ചോ? വല്ലതും സംഭവിച്ചോ? ദൈവമക്കളായിരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിന് സാധിക്കുന്നതിൻ്റെ 100-1 ഇന്ന് പലർക്കും സാധിക്കുന്നില്ല. കാരണം അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണെന്ന് ദൈവം തെളിയിച്ച് നിർത്തിയിരിക്കുകയാണ്. മനസ്സിലാക്കണം. ഒരിക്കലും ഒരാൾ ചോദിച്ചു, ദൈവവചനം സത്യമാണെന്ന്, ദൈവം പറഞ്ഞത് സത്യമാണെന്ന്, ദൈവം യാഥാർത്ഥ്യമാണെന്ന് ഒറ്റ വാക്കിലൊരു തെളിവ് തരാമെന്ന് ചോദിച്ചു. കൊടുത്ത മറുപടി, യഹൂദൻ. ആ ഒരൊറ്റ ജാതിയെക്കുറിച്ച് പഠിച്ചാൽ മതി. അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് നിന്നെ ഞാനൊരു ജാതി ആക്കുമെന്ന് പറഞ്ഞ്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് പറഞ്ഞ്, ആമേൻ, ഹല്ലേലൂയ, കൽദയരുടെ ദേശമായ ഊരിൽ നിന്ന് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഒരൊറ്റ വ്യക്തി ഇറങ്ങി പുറപ്പെട്ടെങ്കിൽ അവൻ്റെ കുലത്തിൽ നിന്ന് വന്ന തലമുറയെ ഇന്നും ദൈവം പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റാരേക്കാളും ദൈവം അവരെ സ്നേഹിക്കുന്നുവെന്ന് തെളിയിച്ചുകൊണ്ട് പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, യഹൂദനെ സ്നേഹിച്ച ദൈവം തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? പ്രൈസ് ഗോഡ്. അപ്പോൾ യഹൂദനെ എങ്ങനെ ദൈവം പരിപാലിച്ചോ അതുപോലെയല്ല, അതിനേക്കാൾ മേത്തരമായ ഉയർന്ന അനുഭവത്തിൽ പുതിയ നിയമ വിശ്വാസിയെ ദൈവം പരിപാലിക്കുമെന്ന് വചനം പറയുമ്പോൾ, അബ്രഹാമിൻ്റെ അതേ വിശ്വാസം ലഭിച്ചവരായ നിങ്ങളെയും അബ്രഹാമിൽ കൂടെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞുള്ള വാഗ്ദത്തത്തിൻ്റെ നിവർത്തിക്ക് വേണ്ടി കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി യേശുവിനെ സ്വീകരിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ ഭൂമിയിലെ യഹൂദ ഗോത്രത്തിലെ സിംഹമായവൻ നിനക്ക് മുമ്പായി നടകൊള്ളുമ്പോൾ ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവെന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നിനക്ക് വേണ്ടി വ്യാപരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പം ഞാൻ അവർക്ക് ഉത്തരമരുളും. ഇസ്രായേലിൻ്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയുമില്ല. വെൻ ദ പൂർ ആൻഡ് ദ നീഡി സീക്ക് വാട്ടർ, there is none, and their tongue faileth for thirst, I the Lord will hear them, I the God of Israel will not forsake them. Praise God. Hallelujah. ഞാൻ ചോദിക്കട്ടെ, ആരൊക്കെ എന്നെ കൈവിട്ടാലും വേണ്ടുകയില്ല, എൻ്റെ ദൈവം എന്നെ കൈവിടാൻ ഞാൻ മതി എന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഈ ഭൂമിയിൽ സകലം നിന്നെ തള്ളിപ്പറയട്ടെ, സകലം നിന്നെ കൈവിടട്ടെ, ഒരൊറ്റ ഉറപ്പുണ്ടായാൽ മതി, ദൈവം എന്നെ കൈവിടത്തില്ല. ഹല്ലേലൂയ. അങ്ങനത്തെ ഒരു ഉറപ്പിൻ്റെ പേരാണ് വിശ്വാസം. മനസ്സിലായി? അങ്ങനത്തെ ഒരു ഉറപ്പിൻ്റെ പേരാണ് വിശ്വാസം. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഉറപ്പുണ്ടെങ്കിൽ അവരെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് 46-ാം സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. 46-ാം സങ്കീർത്തനം ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടെ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ നമുക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പിന്നെയും പർവ്വതങ്ങൾ കുലുങ്ങിയാൽ
നാം ഭയപ്പെടുകയില്ല. നാം ഭയപ്പെടുകയില്ല. ഒരു നദി ഹല്ലേലൂയ. അപ്പോൾ പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണു. അതിൻ്റെ കോപം കൊണ്ട് വെള്ളം കലങ്ങി അടിച്ച് കയറിയപ്പോൾ വീണ്ടും പർവ്വതം കുലുങ്ങി സമുദ്രമധ്യേ വീണു. വീണ്ടും കലങ്ങി, വീണ്ടും സമുദ്രം അടിച്ച് കയറി, വീണ്ടും വീണു. ഇങ്ങനെ നിരർഗളമായി ആമേൻ പ്രൈസ് ഗോഡ് പ്രൊഫ്യൂസായിട്ട് ഒരു പ്രശ്നം ഇങ്ങനെ ചക്രം പോലെ നടന്നുകൊണ്ടിരുന്നാൽ പർവ്വതം കുലുങ്ങി സമുദ്രത്തിൽ വീഴുന്നു, സമുദ്രം വിളകുന്നു, വീണ്ടും പർവ്വതം കുലുങ്ങുന്നു, സമുദ്രത്തിൽ വീഴുന്നു, സമുദ്രം വിളകുന്നു, വീണ്ടും പർവ്വതം കുലുങ്ങുന്നു, സമുദ്രത്തിൽ വീഴുന്നു, സമുദ്രം കലങ്ങുന്നു, വീണ്ടും പർവ്വതം വീഴുന്നു, സമുദ്രം കുലുങ്ങുന്നു, സമുദ്രം വിളകുന്നു. പക്ഷേ ഇത് വീഴുകയോ വീഴാതിരിക്കുകയോ ചെയ്യട്ടെ, കലങ്ങുകയോ കലങ്ങാതിരിക്കുകയോ ചെയ്യട്ടെ, ഇളകുകയോ ഇളകാതിരിക്കുകയോ ചെയ്തോട്ടെ, ഞാൻ പേടിക്കത്തില്ലെന്ന്. എത്ര പേർക്ക് അതുപോലൊരു വിശ്വാസമുണ്ട്? സംഭവങ്ങൾ നിൻ്റെ ചുറ്റും കിടന്ന് ഇടിഞ്ഞ് മറിഞ്ഞ് നിന്നെ നശിപ്പിക്കാൻ, നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ ഭയപ്പെടുത്തുവാൻ വേണ്ടി ഒന്നിനു പുറകെ ഒന്നായി വന്ന് ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി എൻ്റെ ഉള്ളം ഭയപ്പെടത്തില്ല, എൻ്റെ ഉള്ളം ഭയപ്പെടത്തില്ലെന്ന് വിശ്വസിച്ച് ആശ്രയിച്ച് ഉറച്ചിരിക്കാൻ കുരബല ഹതുനക ജനബല ഹതുനക ജപന അന്തര ഹസ്തൽ കൗതക രഗതക ജനബല ഹർദ അന്തൽ ബൗഡറ ഹസ്തന ബൗഡ ശംബർ കൗഡ ജഗന ജഗന ജലമല ജലമ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ ഹല്ലേലൂയ. അങ്ങനെയുള്ള ഉറപ്പിൻ്റെ പേരാണ് വിശ്വാസം. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, അതുപോലൊരു ഉറപ്പ് എനിക്കും ഉണ്ടെന്ന് പറയാൻ പറ്റുന്നൊരു സ്തോത്രം പറയാമോ? എന്നാൽ പിന്നെ മോങ്ങരുത്, കിടന്ന് ബഹളം വയ്ക്കരുത്. എന്ത് സംഭവിച്ചാലും നമ്മുടെ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, പൂച്ചയെ എങ്ങനെ എറിഞ്ഞാലും എങ്ങനെ വീഴും? 4 കാലേ വീഴും. എന്ത് സംഭവിച്ചാലും ഞാൻ 4 കാലേ വീഴുമെന്നുള്ളൊരു ഉറപ്പ് എത്ര പേർക്കുണ്ട്? നിന്നെ പിന്തുടരുന്ന വിഷയം, നിന്നെ ഇപ്പോൾ ഭയപ്പെടുത്തുന്ന വിഷയം, നിന്നെ ഇപ്പോൾ ഭാരപ്പെടുത്തുന്ന വിഷയം, നിനക്ക് മറുപടി കിട്ടാത്ത വിഷയം, എന്ത് ചെയ്യണമെന്നറിയാത്ത വിഷയം, ആ വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരമാണ് ഇന്ന് രാത്രി ചലിക്കുന്നത്. ജീസസ് 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 ജീസസ്. ഉദര ദൗതക ജഗനക ജഗനക രംബര ഖതരക ദൈതക സന്ദര ഹസ്തൽ ബൗഡ നഗര വനത്തര ഹസ്തുര ജൗഡ രിബന ഹസ്ത രഗതക ജനബ ഹന്ദര ജൗഡ റിബക്കര ദ്രബശമന. പ്രൈസ് ഗോഡ്. അപ്പം പ്രശ്നം ഒരു വശത്ത് അവതരിപ്പിച്ചിട്ട് ഒട്ടും വെള്ളം കിട്ടാതെ അന്വേഷിച്ച് നടന്നിട്ട് തെരഞ്ഞു നടന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ നാവ് കൊണ്ട് എളിയവരുടെയും ദരിദ്രരുടെയും നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ അവർക്ക് ഉത്തരമരുളും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം വന്നേ, എടുത്ത വാക്യം, ഇതിന് മുമ്പത്തേത് യെശയ്യാവ് 41 18 19 17. പ്രൈസ് ഗോഡ്. ഞാൻ അവർക്ക് ഉത്തരമരുളും, ഇസ്രായേലിൻ്റെ ദൈവമായ ഞാൻ അവരെ കൈവിടുകയില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം ഓരോ വിഷയങ്ങളിൽ പ്രവർത്തിച്ചിരിക്കുന്നത് കണ്ടിട്ടെങ്കിലും ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചൊരു ഉറപ്പ് നമുക്കുണ്ടാവണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഫ്രാൻസിലെ നേതാവായിരുന്ന വോൾട്ടയർ ഇപ്രകാരം ഒരു പ്രസ്താവന ഒരിക്കൽ ഇറക്കി. അദ്ദേഹം ഒരു ദൈവവിരോധിയായിരുന്നു, ബൈബിളിനെതിരായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അടുത്ത നൂറ്റാണ്ടിൽ ഈ ബൈബിളെന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ പുസ്തകം ഉണ്ടല്ലോ, വല്ല ലൈബ്രറിയിലല്ലാതെ ഒരു പ്രതി പോലും കിട്ടാത്തവണ്ണം ഞാൻ നശിപ്പിച്ചു കളയുന്നു. പ്രൈസ് ഗോഡ്. അങ്ങനെ ആകുമെന്ന് പറഞ്ഞു. പക്ഷേ ദൈവമക്കളെ, ഇന്ന് ഫ്രാൻസിലെ ബൈബിൾ സൊസൈറ്റിയുടെ കെട്ടിടം വർക്ക് ചെയ്യുന്നത് ഈ വോൾട്ടയറിൻ്റെ വീട്ടിലാണ്. ദൈവം വല്ലതും ചെയ്യുമോ? നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ, തകർക്കുമെന്ന് പറഞ്ഞാൽ അതേ തന്നെ പണിതെടുക്കാൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവമാണ് എൻ്റെയും നിൻ്റെയും ദൈവം. നിന്നെ നശിപ്പിക്കുമെന്നും നിന്നെ തകർക്കുമെന്നും നിന്നെ ഇല്ലാതാക്കുമെന്നും പറയാനല്ലാതെ പ്രവർത്തിക്കാൻ വിട്ടുകൊടുക്കത്തില്ല. അതാ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ശത്രുവിൻ്റെ പല്ലിന് ഇരയായി എന്നെ വിട്ടുകൊടുക്കാത്ത ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ശത്രുവിൻ്റെ പല്ലിന് ഇരയായിട്ട് നിന്നെ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല, നിന്നെ വിട്ടുകൊടുക്കത്തില്ല. വിശ്വാസത്തോടെ ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന് സ്തോത്രം, ഈ വിശ്വാസം ഉള്ള നമുക്ക് വേറൊരു കാഴ്ചപ്പാട് കൂടെ ഉണ്ടാകണം. ഒരിക്കൽ പ്രൈസ് ഗോഡ് ശലോമോൻ്റെ കാലത്ത് നടന്ന ഒരു സംഭവമാണെന്ന് പറയുന്നു, അതോ വേറെ ഏത് ചക്രവർത്തി നടന്ന സംഭവം അറിയത്തില്ല. ഒരു തട്ടാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു മോതിരം ഉണ്ടാക്കി കൊണ്ടുവരണം, അത് നോക്കിയാൽ എൻ്റെ ദുഃഖം മാറണം, ഞാൻ ദുഃഖിച്ചിരിക്കും.
അത് നോക്കിയാൽ എൻ്റെ സന്തോഷം അമിതമാകരുത്, ഞാൻ സന്തോഷിച്ചിരിക്കും. അങ്ങനത്തെ ഒരു മോതിരം വേണമെന്ന് പറഞ്ഞു. എല്ലാവർക്കും പ്രൈസ് ഗോഡ് ബുദ്ധിമുട്ടായി. സകലരും പറഞ്ഞു ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. ഒരാൾ പ്രൈസ് ഗോഡ് വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ പറഞ്ഞു, വേദവസനത്തിൽ എഴുതിയേക്കുന്ന ഒരൊറ്റ വാക്യം അതങ്ങോട്ട് കൊത്തിവെച്ച് കൊടുക്കാൻ പറഞ്ഞു. എന്നാണെന്നറിയാമോ? ദിസ് വിൽ ഓൾസോ പാസ്. പ്രൈസ് ഗോഡ്, ഇതും കഴിഞ്ഞു പോകും. പ്രൈസ് ഗോഡ്. മോതിരത്തെ കൊത്തി കൊടുത്ത് വായിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി, നെപ്പോളിയനാണ് തോന്നുന്നു, വായിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി, സങ്കടം വരുമ്പോൾ നോക്കിയാൽ പറയും ഇതും മാറിപ്പോകും. സന്തോഷം വരുമ്പോൾ നോക്കിയാൽ പറയും ഇതും മാറിപ്പോകും. അധികം സന്തോഷവും വേണ്ട, അധികം സങ്കടവും വേണ്ട, ഇതെല്ലാം മാറിപ്പോകും. ഇന്ന് സങ്കടം മാറ്റുന്ന ഒരു ദൈവവചനത്തിൽ ആശ്രയിക്കാൻ എത്ര പേർക്ക് സാധിക്കും? നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമുണ്ടല്ലോ, നിന്നെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമുണ്ടല്ലോ, ഇത് മാറും, ഇത് മാറും, ഇത് മാറും, ഇത് മാറും. വിശ്വസിക്കാൻ സാധിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് രാത്രി ഞാൻ പറയുന്നു, യഹോവയായ ദൈവം നിനക്ക് ഉത്തരമരുളും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? 18-ാം വാക്യം, ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവുകളുമാക്കും. മരുഭൂമിയെ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവയും ആക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് ഒരു നോട്ടം കൊണ്ട് ഇത് സാധിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവരാണ് ഭാഗ്യവാന്മാർ. ഇന്ന് ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മരുഭൂമിയുടെ ഈ അവസ്ഥയുണ്ടല്ലോ, യാതൊരു ഗുണവും കാണാത്ത, നോക്കിയാൽ നോക്കത്താതെ വണ്ണം പരന്ന് കിടക്കുന്ന മരുഭൂമിയിൽ ദാഹജലത്തിനു വേണ്ടി കേണുകൊണ്ട് ഞാൻ നടക്കുന്ന ഈ നടപ്പിന് അവസാനം വരുത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ? നീ നിൽക്കുന്ന മരുഭൂമിയിൽ ഒരു ഉറവ തുറന്നുകൊണ്ട്, നിൻ്റെ മുമ്പിലൊരു ഉറവ തുറന്നുകൊണ്ട്, ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം നിനക്ക് അനുകൂലമായി ചലിച്ചു കഴിയുമ്പോൾ, നീ ആയിരിക്കുന്ന അലഞ്ഞു നടന്ന മരുഭൂമി, ഒരു തുള്ളി വെള്ളം കിട്ടാൻ സാധിക്കാതെ അലഞ്ഞു നടന്ന മരുഭൂമി, അവിടെ നിനക്കൊരു ഒരു നീരുറവ തുറന്നുകൊണ്ട് ദൈവം സഹായിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയാം, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. നിന്നെ എക്സ്പോർട്ട് ചെയ്തിട്ടല്ല ദൈവം സഹായിക്കുന്നത്, നീ നിൽക്കുന്ന സ്ഥലത്തേക്ക് വിടുതൽ ഇമ്പോർട്ട് ചെയ്താണ് സഹായിക്കുന്നത്. പ്രൈസ് ഗോഡ്. മനസ്സിലാക്കണം, നിന്നെ പ്രശ്നത്തിൻ്റെ ഇടയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യല്ല ദൈവം ചെയ്യുന്നത്. നീ നിൽക്കുന്ന പ്രശ്നത്തിൻ്റെ നടുവിലേക്ക് ഉത്തരം അവൻ ഇമ്പോർട്ട് ചെയ്യും. പ്രൈസ് ഗോഡ്. ഒരു വഴിയും കാണാതെ നിന്ന് ചെങ്കടലിൻ്റെ തീരത്ത് നിലവിളിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ ബുദ്ധി പറയും, ഈ കടൽ എങ്ങനെ ഞാൻ കടക്കും, ഈ തിരമാല ഞാൻ എങ്ങനെ കടക്കും, പ്രൈസ് ഗോഡ്, എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ പ്രശ്നത്തിൻ്റെ മുമ്പിൽ നിന്ന് നിന്നെ എടുത്തു മാറ്റാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആ പ്രശ്നത്തിൽ നിന്നെ നിർത്തിക്കൊണ്ട് നീ വഴിയില്ലെന്ന് പറഞ്ഞ ചെങ്കടലിനകത്തോട്ട് ഒരു വഴി വെട്ടി തുറന്നുകൊണ്ട്, ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് സ്വർഗത്തിലെ ദൈവം നിന്നെ നടത്തുന്നത് കണ്ടുകൊണ്ട് കാണാൻ സാധിക്കും. പ്രൈസ് ഗോഡ്. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ്റെ തീരത്ത് കൊണ്ടുപോയി നിർത്തിയിട്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഇവിടെ വെള്ളം കൂടുതലാണെന്നാൽ വെള്ളം ഇല്ലാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോകാമെന്ന് പറയലല്ല ദൈവത്തിൻ്റെ പരിപാടി. വെള്ളം കൂടുതലുള്ള സ്ഥലത്ത് നിർത്തിയിട്ട് ആ വെള്ളത്തെ കൈകാര്യം ചെയ്ത് നിനക്ക് വേണ്ടി ഒരു വഴി ആ കലങ്ങി മറിഞ്ഞ് കൂലംകുത്തി ഒഴുകുന്ന യോർദാനിൽ തുറക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിപാടി. പ്രൈസ് ഗോഡ്. അതാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ മരുഭൂമിയെ ഞാൻ നീർപ്പുകയും വരണ്ട നിലത്തെ നീരുറവുകളുമാക്കും. പാഴ്മലകളെയും നദികളെയും താഴ്വരയിടയിൽ ഉറവുകളെയും തുറക്കും. കണ്ണുകളടയ്ക്കാം, തലകളടക്കാം, പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ഏതൊരു വിഷയത്തിനു വേണ്ടി ഭാരപ്പെട്ടു വന്നാലും, വെള്ളം തിരഞ്ഞ് അന്വേഷിച്ചിട്ട് ഒട്ടും കിട്ടാതെ നാവ് ദാഹിച്ചു വരണ്ടു പോയാൽ വഴി തുറക്കാൻ, പാഴ്നിലത്ത് മരുഭൂമിയിൽ നീരുറവ തുറക്കാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ, ഉറപ്പോടെ, ധൈര്യത്തോടെ, പ്രൈസ് ഗോഡ്, നമുക്ക് പോകാം. ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഡോക്ടർ സോളമൻ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിച്ച് പോകാം. പ്രൈസ് ഗോഡ്.